അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% of the children are girls. When 10 more girls were admitted to this class, this became 60%. ഒരു ക്ലാസ്സിൽ 50% ഗേൾസ് ആണ്. ഒരു ക്ലാസ്സിൽ 50% എന്താണ്? ഗേൾസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾ എന്താണ്? ഗേൾസ് ആണ്. അവിടെയും ഗേൾസിന്റെയും ബോയ്സിന്റെ എണ്ണം എന്താണ്? സെയിം ആണ്. പകുതി ഗേൾസ് ആണെന്ന് പറയുമ്പോൾ ബാക്കി പകുതി എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും. When 10 more girls were admitted to the class. 10 ഗേൾസും കൂടെ ഈ ക്ലാസ്സിലോട്ട് എന്ത് ചെയ്തു? അഡ്മിഷൻ എടുത്തു. അന്നേരം എന്തായി? ഗേൾസിന്റെ എണ്ണം 60% ആയി. 50% ഗേൾസ് ആയിരുന്നു. 10 പേരും കൂടെ അഡ്മിഷൻ എടുത്തപ്പം ഈ ഗേൾസിന്റെ എണ്ണം എന്തായി? 60% ആയി. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഗേൾസിന്റെ എണ്ണം 50% എന്നല്ലേ പറഞ്ഞേക്കുന്നേ? പകുതി ഗേൾസ് ആണെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതിലെ ബാക്കി പകുതി എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കത്തില്ലേ? അതായത് ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ രണ്ടും എക്സ് എന്ന് തന്നെ കൊടുക്കുവാണ്. ഗേൾസിന്റെ എണ്ണവും ബോയ്സിന്റെ എണ്ണവും എക്സ് ആണെന്ന് തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ ടോട്ടൽ എത്ര പേരുണ്ട്? 2x സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? ഇനി 10 ഗേൾസും കൂടെ അഡ്മിഷൻ എടുത്തു. അന്നേരം ഗേൾസിന്റെ എണ്ണം x+10 ആയി. ബോയ്സിന്റെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല, എക്സ് തന്നെ. ടോട്ടൽ എത്ര ആവും? 2x+10 ആകും അല്ലേ? ഈ 2x+10ന്റെ 60% ആണ് x+10 അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 2x+10 into 60/100 ഈക്വൽ ടു x+10 അല്ലേ? 2x into 60/100നെ നമുക്ക് എങ്ങനെ എഴുതാം? 2x+10 into 60/100നെ നമുക്ക് 3/5 എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു x+10 എന്ന് എഴുതാം. 2x into 3/5 എന്ത് വരും? 6x/5 പ്ലസ് 10 into 3/5 30/5 ഈക്വൽ ടു x+10 എന്ന് എഴുതിക്കൂടെ? 30/5 എത്ര? 6 ആണ് അല്ലെ? ഈ എക്സ് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. അതുപോലെ ഈ 30/5 അതായത് 6നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവാ. 6x/5 മൈനസ് എക്സ് ഈക്വൽ ടു 10 മൈനസ് 30/5 അതായത് 6. ഇവിടെ ക്രോസ് ചെയ്തൂടെ നമുക്ക്? 6x മൈനസ് 5x/5 ഈക്വൽ ടു 4 എന്ന് കിട്ടും. 6x മൈനസ് 5x എന്താണ്? എക്സ് ആണ്. x/5 ആണ് 4. അങ്ങനെ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? 5 into 4 20 ആയിരിക്കും അല്ലേ? അന്നേരം ക്ലാസ്സിൽ ആദ്യം എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? 20 ഗേൾസും 20 ബോയ്സും. അങ്ങനെ ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? 40 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചേക്കുന്നേ ആദ്യം ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്നല്ലേ? 40 പേരുണ്ടായിരുന്നു. പ്രോബ്ലം ഫ്രം ഫോക്ക് മാത്ത്. നമ്മൾ നേരത്തെ ഒരു ബേർഡ്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നോ? അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനായി പറഞ്ഞേക്കുന്നത്. സം ലോട്ടസ് ഫ്ലവേഴ്സ് ഹാവ് ബ്ലൂംഡ് ഇൻ എ പോണ്ട്. ഒരു കുളത്തിൽ കുറച്ച് താമരപ്പൂക്കൾ വിടർന്നു. എ ഫ്ലോക്ക് ബേർഡ്സ് സാറ്റ് ഓൺ ദി ഫ്ലവർ ടു റെസ്റ്റ്. ഒരു കൂട്ടം പക്ഷികൾ എന്ത് ചെയ്തു? ഈ പൂക്കളില് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നു. ഫസ്റ്റ് വൺ ബേർഡ് സാറ്റ് ഓൺ ഈച്ച് ഫ്ലവർ. ആദ്യം എന്ത് ചെയ്തു? ഓരോരുത്തര് ഓരോ പൂവിൽ വീതം ഇരുന്നു. ബട്ട് വൺ ബേർഡ് ഡിഡ്ന്റ് ഹാവ് എ ഫ്ലവർ ടു സിറ്റ്. അങ്ങനെ ഓരോരുത്തർ വീതം ഓരോ ഫ്ലവറിൽ ഇരുന്നപ്പം ഒരാൾക്ക് ഇരിക്കാൻ എന്ത് കിട്ടിയില്ല? ഫ്ലവർ കിട്ടിയില്ല. ഒരാൾക്ക് സീറ്റ് ഇല്ല. ദെൻ 2 birds sat on each flower. അത് ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. എന്നിട്ട് അവരെന്ത് വിചാരിച്ചു? 2 പേർക്ക് വീതം ഓരോ ഫ്ലവറിൽ അങ്ങ് ഇരിക്കാം. 2 പേര് വീതം ഓരോ ഫ്ലവറിൽ ഇരുന്നു. അങ്ങനെ നോക്കിയപ്പം എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു. ഒരു ഫ്ലവർ എക്സ്ട്രായും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലോട്ടസസ് ആൻഡ് ഹൗ മെനി ബേർഡ്സ്? എത്ര ലോട്ടസ് ഉണ്ട്, എത്ര ബേർഡ്സ് ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ബേർഡ്സിന്റെ എണ്ണം ഞാൻ ബി എന്നും ലോട്ടസിന്റെ എണ്ണം ഞാൻ എൽ എന്നും എടുത്തു. ആദ്യം എന്തുവാ? ഓരോരുത്തര് ഓരോ പൂവിലല്ലേ ഇരുന്നത്. പിന്നെ ഓരോ ബേർഡും ഓരോ പൂവിൽ ഇരുന്നപ്പം ഒരാൾക്ക് ഇരിക്കാൻ എന്തില്ല? സ്ഥലമില്ല. അന്നേരം ലോട്ടസിന്റെ എണ്ണം എന്താണ്? ബേർഡ്സിന്റെ എണ്ണത്തെക്കാള് 1 കുറവല്ലേ? അതുകൊണ്ടല്ലേ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാഞ്ഞത്. അന്നേരം ലോട്ടസിന്റെ എണ്ണം എന്താണ്? ബേർഡ്സിന്റെ എണ്ണത്തെക്കാൾ 1 കുറവ്. എൽ ഈക്വൽ ടു ബി മൈനസ് 1 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഈ 1 ഇപ്പുറത്ത് കൊണ്ടുവരല്ലോ. അന്നേരം ബി ഈക്വൽ ടു എൽ പ്ലസ് 1 എന്ന് എഴുതാം. ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു.
ഇനി രണ്ടാമത് എന്ത് പറഞ്ഞേക്കുന്നത്, 2 പേര് വീതം ഒരു ഫ്ലവറിൽ ഇരുന്ന്, അപ്പം ഒരു ഫ്ലവർ എക്സ്ട്രാ വന്നു അല്ലേ. അതായത് ലോട്ടസിന്റെ എണ്ണത്തിന്ന് 1 കുറച്ചതിനോ, ലോട്ടസിന്റെ എണ്ണത്തിന് 1 കുറച്ചതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബേർഡ്സിന്റെ എണ്ണം കിട്ടും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ 4 ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, ഒരു ഫ്ലവർ എക്സ്ട്രാ വന്നു, അന്നേരം 3 ഫ്ലവറിലല്ലേ ബേർഡ്സ് ഇരുന്നത്, 3 ഫ്ലവറിൽ എത്ര പേര് വെച്ചായിരുന്നു, 2 പേര് വെച്ച്, അന്നേരം 3 × 2 6 ബേർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതല്ലേ. ബേർഡ്സ് ഓഫ് ലോട്ടസിന്റെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചതിനെ × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബേർഡ്സിന്റെ എണ്ണം കിട്ടും. അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ലോട്ടസിന്റെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചു, കാരണം ഒരു ഫ്ലവർ എന്താണ് എക്സ്ട്രാ ആണ്, അന്നേരം L-1 ആ ഒരു ഫ്ലവർ നമ്മൾ കുറച്ച് കളഞ്ഞു. ബാക്കിയുള്ള ഫ്ലവർ ഇപ്പം L-1 × 2 ചെയ്ത, കാരണം ഒരു ഫ്ലവറിൽ എത്ര ബേർഡ് ഉണ്ട്, 2 ബേർഡ് ഉണ്ട്, അന്നേരം L-1 × 2 ആയിരിക്കും ആ ബേർഡ്സിന്റെ എണ്ണം. 2L - 2 = B. ഇതാണ് എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷനിലും B = L+1, B = 2L - 1 എന്നല്ലേ. രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യ ഇക്വേഷനിൽ B = L+1 എന്നും രണ്ടാമത്തെ ഇക്വേഷനിൽ B = 2L - 2 എന്നും അല്ലേ. അരം നമുക്ക് ഇത് രണ്ടും ഡിക്കേറ്റ് ചെയ്യുന്നത്, രണ്ടും B = എന്നല്ലേ കിടക്കുന്നേ. അര L+1 = 2L - 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ. ഈ 2 - 2 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു, L എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അര ഇവിടെ എന്താവും, 1 + 2 = 2L - L എന്ന് കിട്ടും. 3 = L എന്ന് കിട്ടി. അത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയാണ്, 3 ആണ്. 3 ലോട്ടസ് ഫ്ലവർ ആണുള്ളത്. അങ്ങനെയാണ് ബേർഡ്സിന്റെ എണ്ണം എന്താ, L+1 അല്ലേ, 4 ആയിരിക്കും. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫ്ലവറിലും ഇത് ഓരോ ബേർഡ്സ് ഇരുന്നു. 3 ഫ്ലവർ എല്ലാം ഉള്ളൂ, 4 ബേർഡ്സ് ഉണ്ട്. ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടോ, ഇല്ല. ഇനി 2 പേര് ഇത് ഓരോ ഫ്ലവറിൽ ഇരുന്നാൽ ആകെ 4 പേരേ ഉള്ളൂ. 2 2 ഫ്ലവറിൽ ഇരിക്കാനുള്ള ആളല്ലേ ഉള്ളൂ, ഒരു ഫ്ലവർ എന്ത് വരും, എക്സ്ട്രാ വരും. ആൻസർ കറക്റ്റ് അല്ലേ. അടുത്ത ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.